ദാരിദ്ര്യത്തിന്റെ അതികഠിനമായ മുഖം വെളിപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഒഡീഷയിലെ കെയിഞ്ചോർ ജില്ലയിൽ നിന്ന് പുറത്തുവരുന്നത്. മരിച്ചുപോയ സഹോദരിയുടെ അക്കൗണ്ടിലുള്ള പണം പിൻവലിക്കാൻ മറ്റൊരു മാർഗവുമില്ലാതെ വന്നതോടെയാണ് ഒരു 50-കാരൻ ഇത്തരമൊരു കടുങ്കൈ ചെയ്തത്. ജീതു മുണ്ട എന്ന 50-കാരൻ തന്റെ മരിച്ചുപോയ സഹോദരി കൽറയുടെ അസ്ഥികൂടവുമായി ഒഡീഷ ഗ്രാമീൺ ബാങ്കിന്റെ ശാഖയിലെത്തിയത് കണ്ടു നിന്നവരെയെല്ലാം ഒരുപോലെ ഞെട്ടിച്ചു. സഹോദരിയുടെ അക്കൗണ്ടിലുള്ള 19,300 രൂപ പിൻവലിക്കാനായിരുന്നു ഈ നീക്കം. അക്കൗണ്ട് ഉടമ നേരിട്ട് വന്നാലേ പണം നൽകാൻ ഒക്കൂ എന്ന് ബാങ്ക് അധികൃതർ ശഠിച്ചതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് പറയപ്പെടുന്നു. പെൻഷൻ ഇനത്തിലും മറ്റുമായി സഹോദരിക്ക് ലഭിച്ച ഈ തുക കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്ന ജീതുവിനും കുടുംബത്തിനും അത്യാവശ്യമായിരുന്നു. ബാങ്ക് നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും ദാരിദ്ര്യവുമാണ് അദ്ദേഹത്തെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചത്. സംഭവം അന്തർദേശീയ തലത്തിൽ വരെ ചർച്ചയായതോടെ തങ്ങൾ രേഖകൾ മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നും അക്കൗണ്ട് ഉടമ നേരിട്ട് വരണമെന്ന് നിർബന്ധിച്ചില്ലെന്നും കാണിച്ച് ബാങ്ക് അധികൃതർ പിന്നീട് വിശദീകരണം നൽകി. ദാരിദ്ര്യവും നിസ്സഹായ അവസ്ഥയും ഒരു മനുഷ്യനെ എത്രത്തോളം തളർത്തുമെന്നതിന്റെ ദൃക്സാക്ഷിയായിരുന്നു അന്നേ ദിവസം ഒഡീഷ ഗ്രാമീൺ ബാങ്കിന്റെ ശാഖയിൽ ഉണ്ടായിരുന്നവർ. തന്റെ ആവശ്യങ്ങൾ അധികൃതർക്ക് മുന്നിൽ തെളിയിക്കാൻ ജീതു തിരഞ്ഞെടുത്ത വഴി അത്രമേൽ ദാരുണമായിരുന്നു. സഹോദരി കൽറയുടെ അസ്ഥികൂടം ഒരു തുണിയിൽ പൊതിഞ്ഞ് തോളിലേറ്റി 3 കിലോമീറ്ററോളമാണ് ജീതു മുണ്ട നടന്നത്. യാതൊരുവിധ വാഹന സൗകര്യങ്ങളുമില്ലാതെ കടുത്ത മാനസിക വിഷമത്തോടെയായിരുന്നു ഈ യാത്ര. അസ്ഥികൂടവുമായി ആ ബാങ്ക് പരിസരത്തെത്തിയ ആളെ കണ്ട് ബാങ്കിലുണ്ടായിരുന്ന ഇടപാടുകാരും ജീവനക്കാരും ഒരുപോലെ പകച്ചുപോയി. പെട്ടെന്നുണ്ടായ പരിഭ്രാന്തിയെ തുടർന്ന് ബാങ്ക് അധികൃതർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. സഹോദരിയുടെ അക്കൗണ്ടിലുള്ള തുക പിൻവലിക്കാൻ താൻ നേരത്തെ ബാങ്കിനെ സമീപിച്ചിരുന്നു. എന്നാൽ അക്കൗണ്ട് ഉടമ നേരിട്ട് വന്നാലേ പണം നൽകാനാകൂ എന്ന് ബാങ്ക് ജീവനക്കാർ കർശനമായി പറഞ്ഞതോടെയാണ് ഈ കടുങ്കൈ ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് അയാൾ പിന്നീട് പോലീസിനോട് വ്യക്തമാക്കി. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് അയാളെ അനുനയിപ്പിക്കുകയും സ്ഥിതിഗതികൾ ശാന്തമാക്കുകയും ചെയ്തു. തുടർന്നാണ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചത്. സംഭവം ദേശീയ തലത്തിൽ വലിയ വിവാദമായതോടെ വിശദീകരണവുമായി ഒഡീഷ ഗ്രാമീൺ ബാങ്ക് അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട്. മാനസിക പരിഗണന നൽകാതെ ഉദ്യോഗസ്ഥർ പെരുമാറി എന്ന ആരോപണത്തെ ബാങ്ക് തള്ളിക്കളഞ്ഞു. തങ്ങൾ അയാളോട് ആവശ്യപ്പെട്ടത് അക്കൗണ്ട് ഉടമയുടെ മരണവുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ മാത്രമാണെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. അക്കൗണ്ട് ഉടമ നേരിട്ട് വരണമെന്ന് തങ്ങൾ ഒരിടത്തും നിർബന്ധിച്ചിട്ടില്ലെന്ന് അവർ അവകാശപ്പെട്ടു. ബാങ്കിംഗ് നിയമങ്ങളെക്കുറിച്ചും മരിച്ചയാളുടെ അക്കൗണ്ടിലെ പണം പിൻവലിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചും അയാൾക്ക് ധാരണയില്ലായിരുന്നുവെന്ന് അധികൃതർ പറയുന്നു. ബാങ്കിലെ രേഖകൾ പ്രകാരം അക്കൗണ്ട് ഉടമ ജീവിച്ചിരുന്നതായാണ് കാണിച്ചിരിക്കുന്നത്. അതിനാൽ മരണം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത് അദ്ദേഹം തെറ്റായി ധരിച്ചതായിരിക്കുമെന്ന് ബാങ്ക് വിശദീകരിക്കുന്നു. ഗോത്രവർഗ്ഗക്കാരനായ ആ വ്യക്തി ബാങ്ക് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ആശയവിനിമയത്തിലുണ്ടായ തടസ്സങ്ങളും പ്രശ്നം വഷളാക്കിയതായി കരുതപ്പെടുന്നു. അക്കൗണ്ട് ഉടമയുടെ മരണം ഔദ്യോഗികമായി രേഖപ്പെടുത്താത്തതായിരുന്നു സാങ്കേതിക തടസ്സമെന്നും ബാങ്ക് പറയുന്നു. അദ്ദേഹം നേരിട്ട ദുരനുഭവത്തിന് ഖേദം പ്രകടിപ്പിച്ച ബാങ്ക് ദാരിദ്ര്യവും നിസ്സഹായാവസ്ഥയും കാരണമാണ് ഇത്തരമൊരു കടുത്ത തീരുമാനം അദ്ദേഹത്തിൽ നിന്നുണ്ടായതെന്ന് പിന്നീട് സമ്മതിച്ചു. അസ്ഥികൂടവുമായി ബാങ്കിലെത്തിയ അയാളുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പുറത്തു വന്നതോടെ രാജ്യം നടുങ്ങി. ഈ മനുഷ്യത്വരഹിതമായ സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഒഡീഷ സർക്കാർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടു. സംഭവം വാർത്തയായതോടെ ഒഡീഷ റവന്യൂ മന്ത്രി സുരേഷ് പൂജാരി നേരിട്ട് ഇടപെട്ടു. ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ മനുഷ്യത്വരഹിതമായ സമീപനത്തെ അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിച്ചു. കേവലം സാങ്കേതിക നിയമങ്ങൾ പറഞ്ഞ് നിലാരംബരായ ഒരു മനുഷ്യനെ ഇത്തരമൊരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടത് അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് ബാങ്ക് അധികൃതർ ഉടൻ തന്നെ പണം നൽകാൻ സമ്മതിച്ചു. കൽറ മുണ്ടയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന തുക ജീതു മുണ്ടയ്ക്ക് കൈമാറാനുള്ള നടപടികൾ വേഗത്തിലാക്കി. ബാങ്കിലെത്തിച്ച സഹോദരിയുടെ അസ്ഥികൾ പിന്നീട് ബഹുമാനപൂർവ്വം വീണ്ടും സംസ്കരിച്ചു. ദാരിദ്ര്യം കാരണം അർഹമായ അന്ത്യകർമ്മങ്ങൾ പോലും നടത്താൻ പ്രയാസപ്പെട്ടിരുന്ന കുടുംബത്തിന് ഇതോടെ അല്പം ആശ്വാസമായി. ഇത്തരമൊരു സംഭവം എങ്ങനെ ഉണ്ടായെന്നും ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കാൻ മന്ത്രി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദരിദ്രരായ ആളുകൾക്ക് സർക്കാർ ആനുകൂല്യങ്ങളും ബാങ്ക് സേവനങ്ങളും ലഭ്യമാക്കുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാകരുതെന്ന് അദ്ദേഹം ഓർപ്പിച്ചു. ജീതു മുണ്ടയുടെ ഈ യാത്ര ദാരിദ്ര്യത്തിന്റെ മാത്രം കഥയല്ല, മറിച്ച് നമ്മുടെ സിസ്റ്റത്തിലെ കാർക്കശ്യങ്ങളുടെയും കൂടെ നേർക്കാഴ്ചയാണ്. ദാരിദ്ര്യവും നിസ്സഹായാവസ്ഥയും ഒരു മനുഷ്യനെ എവിടെ എത്തിക്കുമെന്നതിന്റെ ഉദാഹരണമായി ഈ സംഭവം എന്നും ഓർമ്മിപ്പിക്കപ്പെടും. ബാങ്കുകൾ ഇത്തരം ഘട്ടങ്ങളിൽ കുറച്ചുകൂടി മാനുഷികമായി പരിഗണന നൽകേണ്ടതുണ്ടെന്ന വലിയ പാഠമാണ് ഈ വാർത്ത നൽകുന്നത്.